ഒരാൾ ബാങ്കിൽ 500 രൂപ 4 വർഷത്തേക്കും 600 രൂപ 3 വർഷത്തേക്കും സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിക്കുന്നു. ആകെ 190 രൂപ പലിശ ലഭിക്കുന്നു. പലിശ നിരക്ക് എത്ര? ഇവിടെ സാധാരണ പലിശ എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ പലിശ അഥവാ സിമ്പിൾ ഇൻട്രസ്റ്റ്. സാധാരണ പലിശ കാണുന്നുള്ള സൂത്രവാക്യം I = PNR. ഇതിൽ I എന്ന് പറഞ്ഞാൽ സാധാരണ പലിശ, P നിക്ഷേപിക്കുന്ന തുക, N വർഷങ്ങളുടെ എണ്ണം, R പലിശ നിരക്ക്. അപ്പം നമുക്ക് ആദ്യത്തെ തുക നോക്കാം. ആദ്യം എത്ര നിക്ഷേപിക്കണ? ഒരു രീതിയിൽ 500 രൂപ 4 വർഷത്തേക്ക്. 500 രൂപ 4 വർഷത്തേക്ക്. അപ്പോൾ പലിശ എത്രയാണ്? PNRൽ വില കൊടുക്കുമ്പോൾ P 500 ആണ്, ഇൻറ്റു N 4 വർഷമാണ്, R അറിയില്ല. P 500 രൂപയാണ് നിക്ഷേപിക്കുന്നത് 4 വർഷത്തേക്ക്. അപ്പോൾ 500 ഇൻറ്റു 4 ഇൻറ്റു പലിശ നിരക്ക് അറിയില്ല, R/100. ഇതാണ് ആദ്യത്തെ തുകയുടെ പലിശ. 500 ഇൻറ്റു 4 ഇൻറ്റു R/100. അടുത്തതോ 600 രൂപ 3 വർഷത്തേക്കാണ്. അപ്പോൾ 600 ഇൻറ്റു 3 ഇൻറ്റു, അപ്പോൾ പലിശ നിരക്ക് മാറ്റില്ല. ഒരേ ബാങ്ക് ആകും കൊണ്ട് പലിശ നിരക്ക് മാറ്റില്ല. അപ്പോൾ ഇവിടെ R/100 ഇട്ട പോലെ ഇവിടെയും R/100 ഇട്ടു. നമുക്കിതിൽ ഈ 100ഉം 500ഉം വെട്ടുമ്പോൾ 5 വരും. 100ഉം 500ഉം വെട്ടുമ്പോൾ 5, 5 ഇൻറ്റു 4 20 R. അതുപോലെ ഇവിടെ 100ഉം 600ഉം വെട്ടുമ്പോൾ 6 വരും. 100ഉം 600ഉം വെട്ടിയ 6, 6 3 18 R. ഇതെന്താണ്? 2 പലിശയും കൂടി കൂട്ടിയേർക്കാണ്. ആദ്യത്തെ തുകയ്ക്കുള്ള സാധാരണ പലിശ, ഇത് രണ്ടാമത്തെ തുകയ്ക്കുള്ള സാധാരണ പലിശ, രണ്ടും കൂടി കൂട്ടി. അപ്പോൾ 20ഉം 18 കൂട്ടിയ 38 R പലിശ. ആകെ പലിശ കിട്ടുക. ആകെ പലിശ നമുക്ക് തന്നിട്ട് ചോദ്യത്തിൽ 190 റുപ്യാന്ന്. അപ്പോൾ 38 R = 190. R = 190/38 ഹരിച്ച 5 എന്ന് വരും. R എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്കാണ്. പലിശ നിരക്ക് 5%.